നമസ്കാരം സാർ. നമസ്കാരം. അർച്ചനെ ആദ്യം കാണുകയാണെങ്കിൽ ഒരുപാട് തവണ അർച്ചനയുടെ കാര്യം ഞാൻ വാർത്തയിൽ വായിച്ചു. അപ്പം വളരെ അടുത്ത് പരിചയമുള്ള ഒരാളോട് സംസാരിക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം എനിക്ക് തോന്നുന്നത് ഈ അർച്ചനയുടെ ഈ വയറ്റിൽ കത്തിരി കുടുങ്ങിയ സംഭവം ആദ്യമായിട്ട് 24 അപ്പുറത്ത് വിട്ടത്. ആളുകൾ കേട്ടപ്പോൾ ഞെട്ടി. പല ആൾക്കാരും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്നൊക്കെ അന്ന് നമ്മുടെ ചാനലിലേക്ക് വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അല്ലേ? എന്തായാലും അത് പിന്നീട് ഒരു പോരാട്ടത്തിന്റെ നാളുകളായിരുന്നു അർച്ചനയ്ക്ക്, അല്ലേ? ഏതൊരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് അർച്ചന? നമ്മൾ അതിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അത് ഇപ്പം 7 വർഷത്തോളം മുമ്പേ, അതായത് കല്യാണം കഴിഞ്ഞെന്നാ 2012 ഫെബ്രുവരി 19. അർച്ചനയ്ക്ക് എത്ര കുട്ടികളുണ്ട്? 3 കുട്ടികളുണ്ട്. അതിന്റെ ഇടയ്ക്ക് ഞാനൊരു കുട്ടിയെ പരിചയപ്പെടുത്താം, നമ്മുടെ കുട്ടേട്ടൻ. അത് മറന്നുപോയി. കുട്ടേട്ടാ, ഇതാണ് അർച്ചന. അർച്ചന, നമസ്കാരം. നമസ്കാരം കുട്ടേട്ടാ. ഹർഷീനയെ കുറിച്ചും കുട്ടിക്കാലത്തെ കുറിച്ചും എല്ലാം കുട്ടേട്ടൻ ഓർത്തു വെച്ചിട്ടുണ്ട്. എന്തായാലും ഹർഷീന നന്നായി മത്സരിച്ചോളൂ. ഹർഷീനയെ കാത്തിരിക്കുന്നത് 1 കോടി രൂപയാണ്. 1 കോടി രൂപ കൊണ്ടുവരാനുള്ള പെട്ടിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ എന്നാണ് കുട്ടേട്ടന് സംശയം. അതുമാത്രമല്ല, ഹർഷീനയെ കുറിച്ച് ഗണിച്ചു നോക്കുമ്പോൾ നല്ലൊരു പ്രൈസ് ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുപോകാൻ എല്ലാ സാധ്യതയും കുട്ടേട്ടൻ കാണുന്നു. തീർച്ചയായും കുട്ടേട്ടന്റെ എല്ലാ സഹായവും ഉണ്ടാവണം. തീർച്ചയായിട്ടും ഉണ്ടാകും. കുട്ടേട്ടൻ ഗണിച്ചിട്ടുള്ളവർക്കൊക്കെ പൈസ കിട്ടിയിട്ടുണ്ട്. അപ്പം എത്രാമത്തെ വയസ്സിലായിരുന്നു കല്യാണം? 20ാമത്തെ വയസ്സിൽ കല്യാണം കഴിഞ്ഞ്. ഇപ്പോ 2012 ഫെബ്രുവരി 19 ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയറിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. എവിടെയായിരുന്നു പഠനമൊക്കെ? കൊടുവള്ളി KMO ആർട്സ് ആൻഡ് സയൻസ് കോളേജിലായിരുന്നു. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കല്യാണം കഴിഞ്ഞു, സെക്കൻഡ് ഇയർ. അല്ലേ? എപ്പോഴാണ് ശരിക്കും ഈ കടുപ്പം പിടിച്ച ഈ സംഭവം ഉണ്ടായത്? 2ാമത്തെ കുട്ടിയെ ഗർഭിണിയായിരിക്കുമ്പോഴാണോ? 3ാമത്തെ കുട്ടീന്റെ ഡെലിവറി സമയത്ത്. അതായത് 3ഉം സിസേറിയൻ ആയിരുന്നു. ആദ്യത്തെ കുട്ടി തിരിഞ്ഞു വരാത്ത കാരണം ഫസ്റ്റത്തെ സിസേറിയനായി. പിന്നെ ഈ 2 കുട്ടികളെയും സിസേറിയൻ വഴിയാണോ? അതെ, 3 കുട്ടികളും സിസേറിയൻ ആണ്. അപ്പം നോർമലി ഇപ്പൊ സിസേറിയൻ ഡോക്ടർമാർ പറയാറില്ലേ 2 കുട്ടികൾ കൂടുതലായ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് പറയാറില്ലേ? അന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ 3ാമത്തെ പ്രഗ്നൻസി ഡെലിവറി ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ്, അതായത് 2 പ്രസവം കഴിഞ്ഞു. അത് താമരശ്ശേരി ഗവൺമെന്റ് താലൂക്ക് ഹോസ്പിറ്റലിലായിരുന്നു. അത് ഒരു കുഴപ്പമില്ലായിരുന്നു. ഫസ്റ്റത്തേന് കുറച്ചൊരു പ്രശ്നമാണ്. ആദ്യമായിട്ട് ശരീരത്തിൽ ഒരു സർജറി ചെയ്യുന്നതിന്റെ ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. 2ാമത്തേൽ എനിക്ക് യാതൊരു പ്രയാസവും ഇല്ലായിരുന്നു. സർജറി ചെയ്തതിന്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ ഒറ്റയ്ക്ക് നടന്ന് ബാത്റൂമിലൊക്കെ പോകാൻ പറ്റിയ ഒരു കുഴപ്പമില്ലാത്ത അവസ്ഥയായിരുന്നു. പക്ഷെ 3ാമതും പ്രഗ്നന്റ് ആയി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഈ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ സാറിന് ഡോക്ടർമാരെ നിരുത്സാഹപ്പെടുത്താറുണ്ട്. അപ്പോൾ ഡോക്ടേഴ്സ് എന്താ പറഞ്ഞത്? ഞാൻ ആ സമയത്ത് കൊല്ലത്തായിരുന്നു താമസം. എൻ്റെ 2ാമത്തെ കുട്ടിക്ക് 4 മാസം ആയപ്പോഴാണ് ഞാൻ കൊല്ലത്തേക്ക് പോയത്. അവിടെ ഹസ്ബൻഡിന് അവിടെ ആയിരുന്നു ബിസിനസ്. അങ്ങനെ കുടുംബമായിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത്. അപ്പൊ അവിടെ വെച്ചാണ് മോനെ പ്രഗ്നന്റ് ആവുന്നത്. മൂത്ത 2 പെൺകുട്ടികളാണ്. അപ്പൊ 3ാമത്തെ കുട്ടീനെ പ്രഗ്നന്റ് ആവുന്നതും ഞാൻ കാണിച്ചതൊക്കെ കൊല്ലത്ത് NS ഹോസ്പിറ്റലിലായിരുന്നു. ഓക്കെ. അപ്പൊ ഈ അർച്ചനയ്ക്ക് അവിടെ വെച്ചാണ് ഒരു തലവേദന പിടിപെട്ട് ആശുപത്രിയിലേക്ക് പോകുന്നത്. ഈ മോന്റെ പ്രഗ്നൻസി ഒക്കെ അറിയുന്നതിന് മുമ്പ് എനിക്ക് ഇടക്ക് തലവേദന ഉണ്ടായിരുന്നു. ഞാൻ പഠിക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഉണ്ട് ഒരു തലവേദന. അപ്പൊ ഗ്ലാസ് വെക്കാനൊക്കെ പറഞ്ഞു. അതിന്റെ ഒരു മടി കൊണ്ട് പിന്നെ ഞാൻ അത് മൈൻഡ് ചെയ്തില്ലായിരുന്നു. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞു, കുറെ കഴിഞ്ഞു, നമ്മളെ ആ ഒരു കുട്ടിത്തൊക്കെ മാറി നമ്മൾ വേറെ വലിയ ഒരു ഇതിലേക്ക് എത്തുമ്പോൾ ആ ഒരു തലവേദന കൂടിയെന്ന് തന്നെ അറിയാം. അപ്പം ഇടക്കിടക്ക് ഇങ്ങനെ തലവേദന വരുന്നായിരുന്നു. ഞാൻ ഈ ഒരു കൊല്ലത്ത് താമസിക്കുന്ന സമയത്ത് ENT ഡോക്ടർ NS ഹോസ്പിറ്റലിൽ പോയി കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നല്ല തലവേദനയാണ്. അപ്പം ഞാൻ സഹിക്കാൻ കഴിയാത്തൊരവസ്ഥയില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പേടി തോന്നുന്നുണ്ടെങ്കിൽ ഇനി ഒരു MRI സ്കാൻ ചെയ്ത് കളയാം. അഥവാ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് കാണാം, അല്ലെങ്കിൽ നമുക്ക് സമാധാനമായിട്ട് ഇരിക്കാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് MRI സ്കാൻ ചെയ്യുന്നത്. അപ്പോൾ എന്തോ പഠിച്ചവന്റെ ഭാഗ്യം കൊണ്ട് അതിലൊരു കുഴപ്പമില്ല. തീർച്ചയായും ഞാനൊരു സിമ്പിളായി നമ്മളൊരു ഇത് ഇല്ലാത്തൊരു സംഭവമാണ് ഇപ്പം ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സോളിഡ് എവിഡൻസ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ കൊല്ലത്ത് NS ഹോസ്പിറ്റലിൽ പോയി MRI എടുത്തു. ആ MRI വഴിത്തിരിവായി, അല്ലേ? പിന്നീട് എന്താ സംഭവിച്ചത് ജീവിതത്തിൽ? പിന്നെ ആ MRIയിൽ കുഴപ്പമൊന്നുമില്ല. ആ ഒരു റിസൾട്ട് പോലും ഞാൻ ഉപേക്ഷിച്ചു. കാരണം പ്രത്യേകിച്ച് അതിലൊരു കാര്യങ്ങളൊന്നുമില്ലല്ലോ. പിന്നെ അത് കഴിഞ്ഞ് അത് 2017 ജനുവരി 26 ഒരു റിപ്പബ്ലിക് ഡേ ആയിരുന്നു. ആ ദിവസം തന്നെ നമ്മൾ ഈ പരിപാടി ചെയ്യുന്നു. ആ വർഷം തന്നെ ഒരു മാസം കഴിഞ്ഞിട്ടാണ് മോന്റെ പ്രഗ്നൻസി അറിയുന്നതും. 2017 നവംബറിൽ 30 അവന്റെ ഡെലിവറി. അതുവരെ ഒരു 9th കൊല്ലത്താണ് 8th മന്ത് വരെ NS ഹോസ്പിറ്റലിലാണ് ഞാൻ കാണിച്ചുകൊണ്ടിരുന്നത്. രഞ്ജിനി ഡോക്ടറിനാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ മൂത്ത കുട്ടിയും വലിയ വ്യത്യാസമില്ല, ഒരു 2 വയസ്സിന്റെ വ്യത്യാസമുള്ളു. അപ്പൊ ആ ഒരു ഇതുണ്ടായിരുന്നു. അപ്പൊ ഡോക്ടർ നല്ലോണം ഭക്ഷണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് എന്നെല്ലാം കൂടെ ഞാൻ വെയിറ്റ് കൂടി ഏകദേശം 79. 63 അങ്ങനെ 9th മന്ത് ഏകദേശം ഡെലിവറി ഞാൻ ഇവിടെ ഒറ്റക്കാണ്. നമ്മൾ ഒറ്റക്കാണല്ലോ, ഇവിടെ ഫാമിലി ഒന്നുമില്ല. അങ്ങനെയാണ് അടിവാരത്തേക്ക് എന്റെ വീട്ടിലേക്ക് പോകുന്നത്.
അങ്ങനെ അവിടെ താമരശ്ശേരി 2 ദിവസവും കഴിഞ്ഞ് അവിടെ തന്നെ പോയി കാണിച്ചു. അങ്ങനെ അവിടുന്ന് ടെസ്റ്റൊക്കെ ചെയ്തു. അപ്പം എൻ്റെ വെയിറ്റ് കൂടുതലും ഈ കുട്ടിക്കും വെയിറ്റ് കൂടുതലുണ്ട്. അപ്പം ഡോക്ടർ പേടിച്ചു. ഡോക്ടർ വിചാരിച്ചു ഷുഗർ എങ്ങാനും കൂടി ഞാൻ വെയിറ്റ് കൂടിയതാണോ. അങ്ങനെ ഷുഗറൊക്കെ ടെസ്റ്റ് ചെയ്ത് കുഴപ്പമൊന്നുമില്ല. അപ്പം എന്നോട് ചോദിച്ചു, നീ നല്ല ഭക്ഷണം കഴിച്ചിട്ട് തന്നെയാണല്ലേ വെയിറ്റ് കൂടിയെന്ന്. 3ാമത്തെ സിസേറിയൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഇവിടെ നമുക്ക് അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ പോകേണ്ടി വരുന്നൊരു സൂചന തന്നിരുന്നു. ഞാൻ ചെറിയൊരു പെയിൻ വന്നിട്ട് താമരശ്ശേരിയിലേക്ക് ഒരു പുലർച്ചെ സമയത്താണ് പോകുന്നത്. അപ്പോൾ അവിടെ ഡോക്ടേഴ്സ് ഇല്ല. അപ്പോൾ അവര് ഡോക്ടറിനെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു മെഡിക്കൽ കോളേജിലേക്ക് വിടാം, പ്രത്യേകിച്ച് 3rd സിസേറിയൻ ആണ്, അവർക്ക് ബുദ്ധിമുട്ടാവും എന്നുള്ളൊരു പേടി ഉണ്ടാവുമല്ലോ. അങ്ങനെ ഒരു 6 മണി സമയത്താണ്, രാവിലെ 6 മണി സമയത്താണ് ഞാൻ മെഡിക്കൽ കോളേജിൽ എത്തുന്നത്. അങ്ങനെ അവിടെ എത്തിയിട്ട് ഒരു ഗ്ലാസ് ചായ മാത്രം കുടിച്ചിട്ടാണ് ഞാൻ എന്നെ ലേബർ റൂമിലേക്ക് അവർ കയറ്റി. അങ്ങനെ ഒരു 8 മണി ആകുമ്പോഴേക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് മെയിൻ ലേബർ റൂമിലേക്ക് കയറ്റി. മെയിൻ ലേബർ റൂം എന്നൊക്കെ പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ലോക. അതെന്ന് പറഞ്ഞാൽ അത് ഞാൻ അവിടെ ഇരുന്ന് ആലോചിച്ചിട്ടുണ്ട്, പുറമെ ഉള്ളവരൊക്കെ ഒന്ന് ഇത് കാണിച്ചു കൊടുക്കണം. അത്രയും ഒരുപാട് ബെഡ്, എന്നിട്ട് വേദനയും ആ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഓരോ ആളുകൾ വരിക. അവിടെ നിന്ന് ചിലപ്പോൾ അവിടെ നിന്ന് തന്നെ ലൈവ് ഡെലിവറി ഞാൻ ഇങ്ങനെ കാണും. ഞാൻ അതുവരെ ലേബർ റൂമിലേക്ക് കയറിയിട്ടേ ഇല്ല, കാരണം 2 സിസേറിയൻ ആയതുകൊണ്ട് നേരെ തിയേറ്ററിലേക്ക് കൊണ്ടുപോവുക, പിന്നെ നമ്മൾ കാണുന്നില്ല. പക്ഷെ ഈ ലേബർ റൂമിൽ ഒരു അമ്മ ഒരു കുട്ടിക്ക് ജന്മം നൽകുന്നതിൻ്റെ എല്ലാ വേദനകളും പ്രയാസങ്ങളും ഇങ്ങനെ നേരിട്ട് എത്ര സമയമെന്നറിയോ. രാവിലെ 8 മണിക്ക് കയറി തന്നെ ഇവര് സിസേറിയൻ അവിടെ കിടത്തി. സിസേറിയൻ ചെയ്യുന്ന രാത്രി 1:30 മണിക്കാ. എണ്ണിയിട്ടില്ല, അത്രയും കൂടുതൽ കണ്ടു.